ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക. ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറവായി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില, ഉണക്കമുളക് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് വലിയുള്ളി തക്കാളിയും കൂടിയാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വാടി എന്താ പറയുക, തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായി വരണം. ആ സമയത്താണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൗഡറും കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാലിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. സാമ്പാർ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെ മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിലേക്ക് പരിപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ വേറൊരു സംഭവമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക, കടലമാവാണ് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മസാലക്കെല്ലാം ഒന്ന് കുക്കായി വന്നതിൻ്റെ ശേഷം ഞാനതിലേക്ക് നമ്മളെ പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് അങ്ങനെ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചുടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറികൾക്കൊക്കെ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലേക്ക് കടലമാവ് ഒന്ന് കുറച്ച് തിക്നെസ്സിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഓൾറെഡി വറവൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തെളിച്ച് വന്നതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കുറച്ച് എന്താ പറയുക, കായപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനും പിന്നെ നമ്മൾ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്ക്. അസ്സലാമു അലൈക്കും.